ഹായ്, ഇന്ന് ഞങ്ങൾ കൊട്ടിയൂർ പോയതിനെ പറ്റിയിട്ടൊക്കെയുള്ള വീഡിയോ ആണ് ഞാൻ ഇടുന്നത്, ചെറിയൊരു വ്ളോഗായിട്ട്. അപ്പം കൊട്ടിയൂർ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴയൊക്കെ കിടന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പാലമൊക്കെ ഉണ്ട്, എന്നാൽ നമ്മൾ പുഴയിലൊക്കെ ഇറങ്ങും. ചില ആൾക്കാർ മുങ്ങിക്കുളിക്കുകയൊക്കെ ചെയ്യും, അവിടെ കുറേ പേര് കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ മുങ്ങിക്കുളിച്ചൊന്നുമില്ല. ഒന്നാമത് ഞങ്ങൾ ഡ്രസ്സൊന്നും എടുത്തിട്ട് പോയില്ല, പിന്നെ കുറേ ഹൈജീൻ മാറ്റേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ മുങ്ങിക്കുളിച്ചൊന്നുമില്ല. പക്ഷേ എങ്കിൽ കാല് നന്നായിട്ട് കഴുകി. വെള്ളം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കാല് കഴുകാനും ഇറങ്ങാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കൂടാതെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു, നല്ല ആൾക്കാരും തിരക്കുമൊക്കെ ആയിരുന്നു കൊട്ടിയൂർ അമ്പലത്തിൻ്റെ ഉള്ളിൽ. പിന്നെ ഒന്നാമത് ശനിയാഴ്ചയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അത് സ്കൂൾ തുറക്കുന്നതിന് അടുപ്പിച്ചിട്ടുള്ള ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ പൂജയൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ ക്യൂലൊന്നും നിന്നില്ല, ചുമ്മാ ഇതിൻ്റെ ചുറ്റും നടക്കുക മാത്രമേ ചെയ്തുള്ളൂ. അങ്ങ് ഉള്ളിലേക്കൊന്നും കയറിയില്ല. ദക്ഷൻ്റെ യാഗം നടന്ന സ്ഥലമാണ്, സതീദേവി മരിച്ചു വീണ സ്ഥലമാണെന്നൊക്കെയാണ് ഇതിൻ്റെ ഐതിഹ്യം. അക്കരെ കൊട്ടിയൂർ ഇക്കരെ കൊട്ടിയൂരും ഉണ്ട്. അപ്പം ഇത് ഞാനും ഹണിയുടെ ഫാമിലിയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ നല്ല അട്ടക്കുളത്തിലാണുള്ളത്. ഞങ്ങൾ രാവിലെ പുറത്തൊക്കെ പോയി വന്നിട്ടുള്ള ഇതിലാണുള്ളത്. കുളിച്ചിട്ടൊക്കെ പോയതായിരുന്നു. അപ്പം ഹണിയുടെ ഒരു കസിൻ സിസ്റ്ററും ഉണ്ടായിരുന്നു. ഞാനും അവളും കൂടിയിട്ട് ഒരുമിച്ച് കുറച്ച് നടക്കുകയൊക്കെ ചെയ്തു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഹണിയാണ് എനിക്ക് കുറേ വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുള്ളത്. എൻ്റെ ഡ്രസ്സൊക്കെ ഫുള്ള് ചളിയായിട്ടുള്ളത്. ഈ കാണുന്ന പോലെ കുറേ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കാല് വേദന എടുക്കാനൊക്കെ തുടങ്ങി. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ വേദന എടുത്തില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾ മെഹന്തിയൊക്കെ ഇട്ടിട്ടുണ്ടായി. അത് രണ്ടുപേരും കൂടിയിട്ട് കാണിക്കാനൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്തു. പിന്നെ അടിപൊളി ട്രിപ്പായിരുന്നു. ഒരുപാട് ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ പോകുമ്പോൾ ഒരുപാട് മെമ്മറീസൊക്കെ വരുമല്ലോ. പിന്നെ അവിടെ ഒരുപാട് ചന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ചുമ്മാ ചന്തയിലൊക്കെ ഇങ്ങനെ നടന്ന് കളിച്ചു. അവിടുന്ന് ചെറിയ മോള് പോപ്കോണൊക്കെ വാങ്ങി. പിന്നെ ഇവർ ഓടപ്പൂ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഓടപ്പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറേ നടന്നു, ഏറ്റവും നല്ല ഓടപ്പൂവിന് വേണ്ടിയിട്ട്. അപ്പം ഒരു ഷോപ്പിൽ ഓടപ്പൂവൊക്കെ കണ്ടു. അത്യാവശ്യം കുറച്ച് കുഴപ്പമില്ലാത്ത ഓടപ്പൂവൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും ഈ കച്ചവടത്തിൻ്റെ അകത്ത് കുമ്മൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ കമ്മൽ എന്ന് എഴുതിയതായിരുന്നു, പക്ഷേ ഞങ്ങൾ കുമ്മൽ എന്നൊക്കെ വായിച്ച് ഞങ്ങൾ ഒരുപാട് ചിരിക്കുകയൊക്കെ ചെയ്തു. എവിടെയെങ്കിലും കമ്മലിൻ്റെ ഷോപ്പൊക്കെ കാണുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് ഇതൊക്കെ ഓർക്കും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.